എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഒരു ഗ്രീൻ പീസ് കറി. അതിന് വേണ്ടി ഒരു 3-4 മണിക്കൂർ കുതിരയിട്ട ഗ്രീൻ പീസ് ഇത്രയും ഒരു കുക്കറിലേക്ക് ചേർക്കണം. ഒരു സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കറിക്ക് വേണ്ട മഞ്ഞൾ, ഒരു ചെറിയ കുഞ്ഞ് ടീസ്പൂണാണ് കേട്ടോ മസാല, ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂണ് മുളക് പൊടി. ഇത്രയിട്ട് ഇപ്പം എല്ലാ മസാലയും ഇട്ട് ഇത് വേവിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്ത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ താളിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എളുപ്പത്തിലുള്ള ഗ്രീൻ പീസ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് തന്നെ ഒരു താളിപ്പും കൂടി മതി. അപ്പത്തിന്, ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് കറിയാണ്. താളിച്ചൊഴിക്കാൻ ഒരു പാൻ വെച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇത് ഒരു ടീസ്പൂണ് കടുക്, കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എൻ്റെ ചുമന്നുള്ളി, ഇത്രയും ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു തണ്ട് വേപ്പില, ഞങ്ങളത് കാണാൻ ശ്രമിക്കണം. കാണുന്നവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അഞ്ച് മിനിറ്റും കൊണ്ട് എളുപ്പത്തിലുണ്ടാക്കിയ കറിയാണ് കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യാനും, ആണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് കാണാം, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.